Hello friends, welcome to MTM Political Talk. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാമെന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പെല്ലാം അവസാനിച്ചു. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം വലിയ ഭൂരിപക്ഷം നേടുകയും ചെയ്തു. വിജയിച്ച സഖ്യം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും ആരംഭിച്ചു. അതേക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ, ലൈക്ക് ചെയ്യുവാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനു മുൻപ് നമ്മൾ ചെയ്ത വീഡിയോകളിൽ മഹാരാഷ്ട്ര ഇലക്ഷനെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ പരാമർശിച്ചിരുന്നല്ലോ. വോട്ടിന്റെ ഏകീകരണം ഇല്ലാത്തതാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ ദയനീയ പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. പാർട്ടികൾ പിളർന്ന് നേതാക്കൾ രണ്ട് തട്ടിലായി. ഉദ്ധവിന്റെ നേതൃത്വത്തിലുള്ള ശിവസേന വിഭാഗം പിളർന്ന് രണ്ടായി. പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP പിളർന്ന് രണ്ടായി. പ്രധാന നേതാക്കൾ രണ്ട് ചേരിയിലായി നിലയുറപ്പിച്ചു. പാർട്ടികളുടെ ആശയങ്ങളൊന്നും മാറുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ രണ്ടിലും ഓരോ വിഭാഗത്തെ ഔദ്യോഗിക വിഭാഗമായി അംഗീകരിച്ചു. മറ്റേ വിഭാഗം പേരിൽ ചെറിയ മാറ്റം വരുത്തി തുടരുകയും ചെയ്യും. അണികളെ സംബന്ധിച്ച് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. പ്രാദേശിക നേതാക്കന്മാർ ആരെ പിന്തുണക്കുന്നുവോ അവരെ താഴേക്കിടയിലുള്ള അണികൾ പിന്തുണക്കുക. കാരണം ചെറിയ ആവശ്യങ്ങൾക്ക് നമ്മൾ ഓടിച്ചെല്ലുന്നത് നമ്മുടെ നാട്ടിലെ പ്രാദേശിക നേതാക്കന്മാരുടെ അടുത്തേക്കാണ്. അവർ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നവർ. അപ്പോൾ ഒരു പ്രാദേശിക നേതാക്കന്മാർ പറയുന്നതാണ് സാധാരണ പാർട്ടി അണികൾ ചെവിക്കൊള്ളുക. ഇപ്രാവശ്യത്തെ മഹാരാഷ്ട്രയിലെ മത്സരം പഴയ പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിൽ തന്നെ ആയിരുന്നു. ഉദാഹരണത്തിന് ശിവസേനയിലെ ഉദ്ധവ് വർഷത്തിന്റെ സ്ഥാനാർത്ഥി മഹാവികാസ് അഘാഡിക്ക് വേണ്ടിയും ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി മഹായുതി സഖ്യത്തിന് വേണ്ടിയും മത്സരിക്കും. ഇവിടെ ഷിൻഡെ വിഭാഗമാണ് ഔദ്യോഗിക ശിവസേനയായി ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നത്. ഉദ്ധവ് വർഷം ചെറിയ മാറ്റങ്ങൾ വരുത്തി തുടരുകയാണ്. വലിയ നേതാക്കന്മാർ ഒഴികെയുള്ള സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് രണ്ട് സ്ഥാനാർത്ഥിയെയും അന്യരല്ല. എന്നാൽ രണ്ടാൾ ജയിച്ചാലും കുഴപ്പവുമില്ലാത്ത അവസ്ഥ. ഇതേ മത്സരം തന്നെയാണ് പവാർ NCPകളും തമ്മിലും നടന്നത്. ശിവസേനകൾ തമ്മിൽ 50 മണ്ഡലങ്ങളിൽ ഇത്തരം മത്സരം നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ. 30 വർഷത്തോളമായി അജിത് പവാർ പ്രതിനിധീകരിക്കുന്ന ബാരാമതി മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ എതിരാളി സഹോദരപുത്രൻ യുഗേന്ദ്ര പവാർ ആയിരുന്നു. NCP പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി അജിത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി അജിത് പവാർ തന്നെ 1.5 ലക്ഷത്തിന് മുകളിൽ വോട്ട് നേടി അജിത് പവാർ വിജയിച്ചു. ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്ര ഇലക്ഷനിൽ ഇങ്ങനെയുള്ള മത്സരങ്ങൾ വന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ ഛിന്ന ഭിന്നമായി എന്നതാണ് പ്രധാന ഘടകമാണ്. അതേസമയം BJP നേതൃത്വം കൊടുക്കുന്ന മഹായുതി സഖ്യം അവരുടെ വോട്ടുകൾ നേരിട്ട് സംഭരിക്കുകയും ചെയ്തു. BJP നേതൃത്വം കൊടുക്കുന്ന മഹായുതി സഖ്യം അവരുടെ വോട്ടുകൾ ചോർന്നു പോവാതെ സംഹരിക്കുകയും ചെയ്തു. മഹാരാഷ്ട്ര ഇലക്ഷനിൽ സംഭവിച്ചത് ഇതാണ്. സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ വോട്ട് ഛിന്ന ഭിന്നമായി പോയി. ഒരു വീട്ടിലെ വോട്ടുകൾ തന്നെ ഇരു വിഭാഗത്തിനും ലഭിച്ചിരിക്കാം. കാരണം അവർക്ക് വോട്ട് ചെയ്താലും ആശയപരമായ വ്യത്യാസം, ആർക്ക് വോട്ട് ചെയ്താലും ആശയപരമായ വ്യത്യാസമില്ല എന്ന്. എന്റെ വിഭാഗത്തിന് വോട്ട് ചെയ്താലും ഉദ്ധവ് വിഭാഗത്തിന് വോട്ട് ചെയ്താലും രണ്ടും ശിവസേന തന്നെയാണ്. NCPയിലെ ശരത് പവാർ വിഭാഗത്തിന് വോട്ട് ചെയ്താലും അജിത് പവാർ വിഭാഗത്തിന് വോട്ട് ചെയ്താലും രണ്ടും ആശയപരമായി വ്യത്യാസങ്ങളൊന്നുമില്ല. നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ് ഈ പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് അവിടെ വോട്ട് ചോരാൻ പ്രധാന കാരണമായി കണക്കാക്കും. വോട്ടർമാരുടെ ചിന്താഗതി മഹായുതി സഖ്യത്തിന്റെ ഗുണം ചെയ്യുകയും BJP നേതൃത്വം കൊടുക്കുന്ന മഹായുതി സഖ്യത്തിന് അത് ഗുണം ചെയ്യുകയും കൂടുതൽ വോട്ടുകൾ സംഹരിക്കുകയും ചെയ്യുന്നവർ.
വൻ വിജയം നേടുകയും ചെയ്തു. ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മഹായുതി സഖ്യം വോട്ടർമാരെ വേണ്ടവിധം ബോധവൽക്കരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ അവരുടെ വോട്ടുകൾ അവർ 100% അവരുടെ പെട്ടിയിലാക്കുകയും സംഹരിക്കുകയും ചെയ്തു. ഇത് പ്രതിപക്ഷത്തിന് കഴിയില്ല. ഇതാണ് അവിടെ വോട്ടിലുണ്ടായ ചോർച്ച. ചോർച്ച എന്ന് പറഞ്ഞാൽ വോട്ടിലുണ്ടായ വ്യതിയാനം എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാൻ. എന്നില്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി വോട്ട് ചെയ്തില്ല മറ്റേ സ്ഥാനാർത്ഥി വോട്ട് ചെയ്താലും കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥ. ഇങ്ങനെ ഏകദേശം 160 മണ്ഡലങ്ങളിൽ ഇതേ മത്സരങ്ങൾ അവിടെ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു സ്ഥിരതയുള്ള നല്ലൊരു സർക്കാർ നമ്മുടെ ബിസിനസ് തലസ്ഥാനത്ത് വരട്ടെ, നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കട്ടെ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വോട്ട് ഛിന്ന ഭിന്നമായി പോയി. ഇതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയ തോൽവി സംഭവിക്കാൻ കാരണം. ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മഹായുതി സഖ്യം അവരുടെ വോട്ടുകൾ നേരവണ്ണം സംഹരിക്കുകയും അതേസമയം പ്രതിപക്ഷം നേതൃത്വം കൊടുക്കുന്ന സഖ്യത്തിന് അവരുടെ വോട്ടുകൾ നേരവണ്ണം സംഹരിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വോട്ട് ഛിന്ന ഭിന്നമായിപ്പോയി. ഇതുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷത്തിന് ഇത്രയും വലിയ തോൽവി അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഏതായാലും നല്ലൊരു ഭരണം മഹാരാഷ്ട്രയിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.